ഹോപ്പ് യു ഓൾ ആർ വെൽ. അങ്ങനെ സ്കൂളൊക്കെ തുറന്നു. ഇപ്പോൾ 2 ആഴ്ചയായി. ഇപ്പം നമ്മൾ ചെറിയ ബിസിയൊക്കെ ആണല്ലേ, അതായത് സ്റ്റഡീസിലൊക്കെ ഇനി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ടൈമായി. ഇപ്പം നമ്മൾ അത്രയ്ക്ക് ബിസി ഒന്നും ആയിരിക്കില്ല, എന്നാൽ നമ്മൾ ട്രാക്കിൽ എത്തിക്കഴിഞ്ഞു. ഇനി പോകെ പോകെ വർക്കൊക്കെ കൂടി വരും, പഠിക്കാനുള്ള സമയം നമുക്ക് കുറഞ്ഞു വരുന്നതായിട്ടും തോന്നും. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇതുമായി റിലേറ്റഡ് ആണ്. ബുക്കൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. ഇന്ന് ഒരു സ്റ്റഡി വ്ളോഗാണ്. ആക്ച്വലി ഈ സ്റ്റഡി വ്ളോഗ് ഞാൻ എടുക്കുന്നത് ഒരു സെക്കൻഡ് സാറ്റർഡേ ആണ്. ഇന്ന് സ്കൂളും ഇല്ല, ട്യൂഷനും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഫുൾ വീട്ടിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ ട്യൂഷനൊക്കെ പോകണമല്ലോ. പിന്നെ മാത്രമല്ല, ഈ 2 ദിവസം ലീവ് കിട്ടുമ്പം ഒബ്വിയസ്ലി ടീച്ചേഴ്സൊക്കെ കുറച്ചധികം ഹോംവർക്കുകളൊക്കെ നമുക്ക് തരാറുണ്ട്. അസൈൻമെൻറ്റ്, പ്രോജക്റ്റ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തരാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ മൺഡേ ചെയ്ത് കൊടുക്കാൻ, സബ്മിറ്റ് ആക്കാനുണ്ട്. സോ അതൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു സ്റ്റഡി വ്ളോഗും കൂടി അങ്ങ് എടുത്തേക്കാണ്. ഫസ്റ്റ് ഞാൻ നോട്ട്സൊക്കെ എന്തെങ്കിലും കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആക്കിയിട്ട് പിന്നെ പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഫസ്റ്റ് കെമിസ്ട്രിയാണ് എഴുതിയത്. കെമിസ്ട്രി നോട്ട്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഫസ്റ്റ് 2 ചാപ്റ്ററും ഓർഗാനിക്കാണ്. പക്ഷേ എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ തോന്നി, ഭയങ്കര വലിയ പാടായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ കെമിസ്ട്രി കുറച്ച് നോട്ട്സൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഫിസിക്സ് എഴുതി. ഫിസിക്സിൽ സിമ്പിൾ പെൻഡുലമാണ് ഞാൻ നേരത്തെ വരച്ചുകൊണ്ടിരുന്നത്. പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നേരം കറണ്ട് പോയി. പിന്നെ ഞാൻ എഴുതി തീരാറായിട്ട് പിന്നെ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് അടച്ചു വെച്ചു. പിന്നെ പഠിക്കുമ്പോൾ ഹൈഡ്രേഷൻ അത് നിർബന്ധമാണല്ലോ. അങ്ങനെ പിന്നെ എൻ്റെ ബോട്ടിലിൽ വെള്ളം കൊണ്ട് നിറച്ച് വെച്ചു. പിന്നെ കുറച്ച് നേരം പഠിച്ച് കഴിഞ്ഞിട്ട് വെളിയിലൊക്കെ ഒന്ന് പോയി കറങ്ങി നടന്നു. ഈ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം പുറത്തൊക്കെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നിട്ട് പിന്നെ ഞാൻ നേരെ ഓടിപ്പോയി പഠിച്ചൊന്നുമില്ല. പിന്നെ ബ്രേക്കൊക്കെ എടുത്ത് TV ഒക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് ചോറൊക്കെ കഴിച്ചിട്ട് ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ബുക്ക് എടുത്തത്. ബയോളജി പഠിക്കാമെന്ന് വിചാരിച്ചു. ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ DNA ആണ്. DNA അല്ല, ജെനറ്റിക്സിനെ കുറിച്ചാണ്. DNA അതിൻ്റെ വ്യത്യാസങ്ങളെക്കുറിച്ച്, അങ്ങനത്തെ ജെനറ്റിക്സ്, അതിൻ്റെ സ്റ്റഡി കാര്യങ്ങളൊക്കെ കുറിച്ചാണ് ഫസ്റ്റ് ചാപ്റ്റർ. പിന്നെ എന്നെപ്പോലെ 10th ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ട് നന്നായിരിക്കും. അതായത് എനിക്കറിയാമല്ലോ എൻ്റെ സബ്സ്ക്രൈബേഴ്സിലോ എൻ്റെ വ്യൂവേഴ്സിലൊക്കെ ആരെങ്കിലുമൊക്കെ എൻ്റെ സെയിം ഏജ്, സെയിം ക്ലാസ്സിൽ പഠിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്നറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി, അത്രേ ഉള്ളൂ. പിന്നെ ജസ്റ്റ് ഒന്ന് അതൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രോജക്റ്റും അസൈൻമെൻറ്റും പോലൊരു സംഭവം എനിക്ക് ചെയ്യാനുണ്ട്. പ്രോജക്റ്റും അസൈൻമെൻറ്റും ഉണ്ട്. ഇത് ഒരു സെമിനാറാണ്. എനിക്കൊരു സെമിനാർ കംപ്ലീറ്റ് ആക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കൺസ്യൂമർ എഡ്യൂക്കേഷൻ ഈസ് അബൌട്ട് എഡ്യൂക്കേറ്റിംഗ് കൺസ്യൂമേഴ്സ് അബൌട്ട് their rights, responsibilities, choices of product, service, difference in market and consumer laws. Yes, consumer education is teaching about can I give an example for some consumer rights. സോഷ്യൽ സയൻസിലെ ഒരു സെമിനാറായിരുന്നു, എക്കണോമിക്സിലെന്തോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള സ്റ്റഡി വ്ളോഗ്. ഇഷ്ടമായെന്ന് കരുതുന്നു. സോ അത്രയേ ഉള്ളൂ. ബൈ.